കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് ഒരു ചോദ്യം ചോദിച്ചു. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്ക് എതിരായിട്ടാണ് ആ ചോദ്യം വന്നത്. അപ്പോൾ സാറ് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങളൊരു സ്ത്രീ അല്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം തന്നെയാണെന്ന് തോന്നിക്കുന്ന ഒരു ധ്വനിയിലാണ് ഉത്തരം പോലും വന്നത്. അപ്പോൾ അവിടെയൊക്കെ വേദനിക്കപ്പെടുന്ന സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് കൂടെ സംസാരിക്കുന്നതാണ്. ഇയാൾ ഇപ്പോൾ പറയുന്നല്ലോ സ്ത്രീകൾ വേദനിക്കുന്നത്. ഇയാൾക്ക് എന്താ എന്നെ പറ്റി എന്നാ അറിയാം? എനിക്ക് 5 പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ്. അതുകൊണ്ട് സ്ത്രീകളെ അമ്മ, സഹോദരി, മക്കള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പത്രക്കാർ ഒരുമാതിരി ഈ മണ എന്ന് പറയുന്ന പോലെ പറഞ്ഞാലൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, എനിക്കതൊന്നും ബാധകമില്ല. 5 പെൺപിള്ളേരുടെ അച്ഛനാണ് ഞാൻ പിന്നെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ബഹുമാനിക്കുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ വിഷയമില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നു. അതിനകത്തൊരു സാർ അവർക്ക് തോന്നുന്നത് മാത്രമല്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ വേണ്ട പറ. അതല്ല, എന്നെ ഈ ഹോട്ടലിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം പറയാനാണ് ഞാനിത് വലിച്ച് ഉള്ളോട്ട് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോകും. എനിക്ക് സമര ചരിത്രവും പോരാട്ടവും ഉണ്ട്. അതിനിപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടല്ലോ. അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോഴും നമ്മൾ ഇടത് സ്വഭാവമുള്ള ആൾക്കാരാണ് കൂടുതലുള്ള കേരളത്തിൽ. അതൊരു മെച്ചമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേതാവ് അനുഭാവപൂർവ്വം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നിടത്ത് സാറ് ചില സ്ഥലത്തൊക്കെ അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് സാറിനൊരു ഈ നല്ല പേര് നഷ്ടപ്പെടുന്നത്. എനിക്ക് അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ നല്ല പേര് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. ഇന്നിപ്പോൾ പരിപാടി നടത്തി, ആ പരിപാടി നടത്തിയതിൽ ആളുകൾ കൂടുതൽ എൻ്റെ അടുത്ത് വരികയും എന്നെ ഇൻ്റർവ്യൂ നടത്താനാണ് താല്പര്യം കാണിച്ചത്. അപ്പോൾ എന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുമോ എന്നെ കാണാൻ? ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയവും നേട്ടവും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോടാണെ പറയും, എൻ്റെ അച്ഛനോടാണെ പറയും, ആരോടാണേലും പറയും, എൻ്റെ നേതാക്കന്മാരോടാണേലും ഞാൻ പറയും. എന്നെ വരെ പറഞ്ഞിട്ടുമുണ്ട്. ശരിയും തെറ്റും പറയാനുള്ള ആർജവും വേണമല്ലോ. തീർച്ചയായും. ഓക്കെ. ഇടുക്കി പോലുള്ള മലയോര പ്രദേശത്ത് പോയിട്ട് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി എത്തുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം പോരടിക്കണം, ഒരുപാട് പോരടിക്കണം. അപ്പോൾ ദാരിദ്ര്യത്തോട് പോരടിക്കണം, ഒരുപക്ഷെ പ്രകൃതിയോട് പോരടിക്കണം. ഈ പോരടിച്ച് വന്ന ഒരു സമര ചരിത്രമുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പോരാട്ടവും കൂടിയാണ്. ഈ പോരാട്ടമാണ് നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കപ്പെടുന്നതും ചില സമയത്തൊക്കെ നമ്മൾ ഈ പോരാട്ടത്തിൽ വരുന്ന ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പോരാട്ടം വലിയൊരു ചരിത്രമാണ്. സാറിന് ഒരു ചെറുപ്പകാലത്തിൽ എവിടം മുതൽ ഈ ശക്തിയുക്തം പ്രതികരിക്കണമെന്നുള്ളൊരു ഉൾബോധം വരുമല്ലോ, അത് ശരിക്കും എവിടെ മുതലാണ് വന്നു? പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ അത് അങ്ങനെ ഒരു കരുത്ത് വന്നിട്ടുണ്ടായിരുന്നു? നീതികേട് കണ്ടാൽ അതിനോട് എൻ്റെ കാഴ്ചപ്പാടിൽ നീതികേടെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അത് ചെറുപ്പത്തിലത്, അതിനുശേഷം വിദ്യാഭ്യാസം, ചെറിയ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ പൊതുപ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ 10 വർഷമായി പൊതുപ്രവർത്തനം നടത്തുകയാണ്. ഈ 10 വർഷത്തിനുള്ളിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ശരി വന്നാലും തെറ്റ് വന്നാലും എല്ലാത്തിനെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ആരുടെ കാര്യമാണെങ്കിലും പറഞ്ഞിട്ടുമുണ്ട് ഇന്നേ വരെ. അതിന് ചില ദോഷങ്ങളൊക്കെ വരും, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ദോഷം വരും. എല്ലാം നല്ല പരമഭദ്രം എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയുന്നത്? അത് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചിലതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പം കുറേ ഗുണവും വരും, ചിലപ്പം ചില ദോഷവും വരുമെന്ന്. ഗുണവും ദോഷവും സമ്മിശ്രമാണ്. ആ ഗുണം വന്നാൽ ഗുണത്തിൻ്റെ മേച്ചം, ദോഷം വന്നാൽ അതിനെ നേരിടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ജനകീയ നേതാവിന് ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഒരു MLA ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ചില ബാധ്യതകളൊക്കെ ഇല്ലേ? അത് നിങ്ങൾ ധരിക്കുന്ന പോലെയൊന്നുമല്ല. ജനകീയ നേതാവെന്ന് പറഞ്ഞാൽ EMS നമ്പൂതിരിപ്പാട് ജനകീയ നേതാവല്ലായിരുന്നോ? അദ്ദേഹം ശരിയെന്ന് തോന്നിയതും തെറ്റെന്ന് അദ്ദേഹത്തെ തോന്നിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യതയോടുകൂടി വിവാദം വന്നപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. EK നായനാർ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഞങ്ങളുടെ നേതാക്കന്മാർ എന്തിന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഏത് പൊതുപ്രവർത്തകരും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ പോലും അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ചിലത് വിവാദമായിട്ടുണ്ട്. പറഞ്ഞത് എന്നോർത്ത് അന്യായമാണെന്ന് തോന്നുന്നതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഒരുമാതിരി ഷണ്ണത്വമാണെന്നാണ് എൻ്റെ നിലപാടാണ്. അതുകൊണ്ട് കാണുന്നതിനോട് പറയും. ചിലപ്പോൾ ചിലത് ഇച്ചിരി പാളിപ്പോയെന്നൊരു ചെറു ദോഷം വരും.
അത് വരുമെന്ന് ഒരുപാട് കാര്യം ചെയ്യുമ്പം അതിനിടയിൽ ഇങ്ങനെ ശരിയും തെറ്റും ഒക്കെ വരും, സമ്മിശ്രമാണ്. ചില സമയത്ത് ഈ പാർട്ടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് സാറിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പാർട്ടി ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതൊന്നും അല്ല, അതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ 10-60 വർഷമായി പാർട്ടി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. അതിലെ ഒരു 27 വർഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. അതിന് മുമ്പ് ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് മുഴുവൻ നാളും ലോക്കൽ സെക്രട്ടറി, അതിനുശേഷം ദേവുളം താലൂക്ക് സെക്രട്ടറി, ഇങ്ങനെ പ്രവർത്തിച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പർ 85 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെ എത്രയോ പ്രവർത്തനം, സംസ്ഥാന മന്ത്രി, MLA എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യം ചെയ്യുമ്പം ചിലപ്പോൾ ചില പിശകുകൾ വരും. അത് നമ്മൾ പിശകം തോന്നി അങ്ങ് തിരുത്തും, ശരിയെന്ന് തോന്നി അത് മുഴുവൻ പിടിക്കും. എൻ്റെ നിലപാടതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷണിക്കപ്പെടുന്നതും ക്ഷണിക്കപ്പെടാതിരിക്കുന്നതും ഒക്കെ സംസാരിക്കുന്ന ഒരു സിനാരിയോയിൽ ഒരു വലതുപക്ഷ പ്രവർത്തനം ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളതിൽ ഒരു വലതുപക്ഷ മേൽക്കോയ്മ കിട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നിശ്ചയമായിട്ടുണ്ട്. ഈ രാമക്ഷേത്രം പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട കേസേ അല്ല. ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്തരം കാര്യങ്ങൾ നൈമിഷികമായ പ്രശ്നങ്ങൾ ഉയർത്തിയാൽ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിത്. അല്ലാതെ രാമനോടോ സീതയോടോ വലിയ സ്നേഹം ഉണ്ടായിട്ടാണോ ആർക്കുണ്ടെന്ന് ഈ പറയുന്നത്? യാഥാർത്ഥ്യക്കാർക്കോ? ഞാൻ കരുതുന്നില്ല. രാമൻ്റെയും സീതയുടെയും കാര്യമൊക്കെ പറയുന്നതാണ് ഇപ്പോൾ വോട്ട് കിട്ടാനും സീറ്റ് കിട്ടാനും ഭരണത്തിൽ പറ്റുന്നതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങളതിനെതിരാണ്. മതവും ജാതിയും ദൈവത്തിൻ്റെയും കാര്യം വലിച്ചടച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇപ്പോൾ കുരിശിൻ്റെ കേസ് വരുന്ന സമയത്ത് സാറും പറഞ്ഞിട്ടുണ്ട്, അത്തരത്തിൽ നമ്മൾ ജനകീയമായി മുഖമുണ്ടാവണമെങ്കിൽ അത്തരത്തിലൊക്കെ ചില കാര്യങ്ങളിൽ ഇടപെടണമെന്ന്. അങ്ങനെ ആയിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അത് വേറെ കേസാണ്, ഇതൊന്നുമല്ല. രാജ്യത്തിൻ്റെ ഭരണം കൈയാളാൻ ശ്രീരാമനെ മുന്നേ നിർത്തി കളിക്കുക. അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഈ രാജ്യത്ത് കൊന്നവന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. വർഗീയ ലഹളയിൽ മുസൽമാന്മാരെ, മതന്യൂനപക്ഷങ്ങളെ, പാവങ്ങളെ, എത്ര വർഗീയ ലഹള. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇതൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമില്ലേ? ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. രാമൻ്റെയും അയോധ്യയുടെയും സീതയുടെയും പ്രശ്നം ഉയർത്തിക്കൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവർക്ക് രാമനോട് വലിയ പ്രേമമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. തട്ടിപ്പ്. രാമൻ്റെ പേര് പറയുക, സീതയുടെ പേര് പറയുക, ഹിന്ദു ജനവിഭാഗത്തെ ഏകീകരിപ്പിക്കുക, വോട്ട് മേടിക്കുക, അധികാരത്തിൽ വരിക. ഇതെല്ലാം എന്താ? ഇതിലേതേലും ആത്മാർത്ഥത ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നില്ല. ഇപ്പം പറ്റുന്ന രാമൻ്റെയും സീതയുടെയും കാര്യം പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്തിന് രാമൻ്റെയും സീതയുടെയും കാര്യം പറയാതെ രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയ നയവും സാമ്പത്തിക നയവും പറയണമെന്ന്? എന്തിന് ജാതിയും മതവും രാഷ്ട്രീയം ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കണം? ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നമാണ്. അത് പറയട്ടെ, ഭരിക്കട്ടെ, ജനങ്ങൾക്ക് സേവനം ചെയ്യട്ടെ. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാധ്യതയാണല്ലോ. അതിനകത്ത് സീതയെയും രാമനെയും, ഇതൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത സീതേനെയും രാമനെയും ഹിന്ദു ദൈവങ്ങളെ വലിച്ചടിക്കുന്ന എന്തിന്? കോൺഗ്രസും ഒരു ഘട്ടത്തിൽ അതങ്ങനെ തന്നെ. അത് അതിൻ്റെ പ്രയോഗമാണല്ലോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയിലും കൊള്ളുകയില്ല, എങ്ങും കൊള്ളുകയില്ലാത്ത വരുവായിട്ടുണ്ടല്ലോ ഇപ്പം. കോൺഗ്രസ് അതെ, ഇന്ദിരാഗാന്ധി അതെ, നെഹ്റു കുറേ വ്യത്യസ്തനായിരുന്നു. അതിന് ശേഷം ഉള്ളവർ ശാസ്ത്രീയം വേണേൽ കുറച്ച് വ്യത്യസ്തമാക്കാം. ബാക്കി മുഴുവൻ കാര്യവും മുഴുവൻ ഇത് തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഗവർണറുടെ നടപടിക്കെതിരായിട്ട് ഒരുപാട് സമര പ്രക്ഷോഭങ്ങൾ, ഒരുപാട് സമര പരിപാടികളാണ് നമ്മൾ നടത്തിയത്. ഒത്തിരി യുവാക്കളുടെ സമയവും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതിഷേധ സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഗവർണർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണർ ശരിയല്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പം ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നവരാണ്. അപ്പം അതിൽ ഗവർണറുടെ നയങ്ങൾക്കെതിരെ, BJPയുടെ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് അയാളെ പിന്താങ്ങിക്കൊണ്ടെടുക്കുന്ന നിലപാടിനെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റത്. അത് ഇനിയും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ട് ഗവർണർ അന്നേരം അയ്യോ പാവം സുല്ല് പറഞ്ഞ് എല്ലാം തിരുത്തി കളയുന്ന തെറ്റായ വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ആർക്കിഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഒരു ചെറുപ്പകാലം കുറച്ച് ദരിദ്രമായ ചുറ്റുപാടൊക്കെ ആയിരുന്നു, അതിനകത്ത് നിന്ന് മറികടന്ന് വരിക എന്നുള്ളത് ഒരു കാലത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ MLA ആയിരിക്കുമ്പോഴൊക്കെ ലളിത ജീവിതം നയിക്കലാണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലളിത ജീവിതത്തിന് മാറി നടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു വ്യാമോഹമൊന്നും എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല കുപ്പായ ഇട്ട് നടക്കുക, മറ്റൊരു ഇപ്പോഴും ഉണ്ടല്ലോ എനിക്ക്. ഞാനേ MLA ആകുന്നതിന് മുമ്പും വെള്ളക്കുപ്പായമാണ്. ചെറുപ്പകാലത്തായിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും കളർ ഉടുപ്പ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. മുണ്ട്, സാധാരണ മുണ്ട്, ഇതെല്ലാം. അതിപ്പോഴും ഇപ്പം വെള്ളയാണ്, ദീർഘവർഷങ്ങളായി വെള്ള തന്നെ. വെള്ള ഉപയോഗിക്കുന്നു, വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, അതാണ്. അത് ഒരുപാട് വില കൂടിയതൊന്നും വേണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. അത് ഉപയോഗിക്കുന്നു, അത് അലക്കി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നു. അതങ്ങനെ പോകണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. അതിന് അപ്പുറത്തേക്ക് പോകണമെന്നുള്ള ചിന്തയില്ല. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുകയും അവരുമായിട്ട് സംസർഗത്തിൽ ആയിരിക്കുകയും അപ്പർ ക്ലാസ്സുമായിട്ട് എനിക്ക് ബന്ധം വേണ്ട എന്നതും അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണോ ഈ ലളിത ജീവിതം? ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു നിലപാട് രാഷ്ട്രീയമായോ സംഘടനാപരമായോ പ്രത്യാശാസ്ത്രപരമായോ എടുക്കുന്ന നിലപാട് ആരെയെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. നമ്മുടേതായ ധർമ്മം ശരിക്ക് വേണ്ടി നിൽക്കണമെന്നും പരമാവധി ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നും ജനങ്ങളെ അതിനുവേണ്ടി അണിനിരത്തണമെന്നും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിലവിലുള്ള ഭരണ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ അതിനെ എതിർക്കണമെന്നും ഇപ്പം മനോഭാവം എനിക്ക് എന്നുമുള്ളത് എപ്പോഴും ഉള്ളത്. അത് ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നൊക്കെ താല്പര്യമാണ്. അങ്ങനെ അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉള്ളപ്പോൾ സാറിന് മനോവിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ വേണ്ട നിലയിൽ അതിനോട് യോജിപ്പ് വരുമല്ലോ. അല്ലാതെ പ്രവർത്തിച്ച എല്ലാവരും